ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ 3 ഇൻ മലേഷ്യ ആണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. രാവിലെ എണീറ്റ് ഞാൻ എപ്പോഴും പോലെ തന്നെ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഞാനും ചേട്ടനും നേരെ പോയത് ബാട്ടു കേവ്സിലോട്ടാണ്. ഇന്നത്തെ പ്ലാൻ ബാട്ടു കേവ്സ് പോകാനാണ് മെയിനായിട്ട്. സോ ഞങ്ങൾ രണ്ടാളും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലോട്ട് പോയിട്ട് മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ബാട്ടു കേവ്സിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലാണ് പോയി ഇറങ്ങിയത്. കോലാലംപൂരിൽ എവിടെ പോകണമെങ്കിലും നമുക്ക് മെട്രോ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് സമയവും ലാഭിക്കാം, അതേപോലെ പൈസയും ലാഭിക്കാം. ട്രാഫിക്കിലൊന്നും കിടക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് എത്തേണ്ട സ്ഥലത്തിലോട്ട് എളുപ്പത്തിൽ എത്താം. സോ ഞങ്ങൾ ബാട്ടു കേവ്സിന് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 3 കിലോമീറ്റേഴ്സ് ഞങ്ങൾ ഗ്രാബ് പിടിച്ചാണ് പോയത്. ഞങ്ങൾ ബാട്ടു കേവ്സ് എത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെ ആയിട്ടോ. പക്ഷെ ഒട്ടും തന്നെ വെയിലില്ലായിരുന്നു, അതേപോലെ ചൂടും ഇല്ലായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആ മലയൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഭയങ്കര പീസ് ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും അറിയാനേ പറ്റിയിട്ടില്ലായിരുന്നു. സോ ഞാനും ചേട്ടൻ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ആദ്യമേ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആണ് സ്റ്റെപ്പ് കയറി തുടങ്ങിയത്. ഞാൻ ആദ്യം സ്റ്റെപ്പ് കണ്ടപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം തീർന്നു, ഞാൻ ചാവുമെന്ന്. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ക്ലൈമറ്റ് ഓക്കെ ആയതുകൊണ്ടായിരിക്കും എളുപ്പത്തിൽ തന്നെ മുകളിലോട്ട് കയറി. ബാട്ടു കേവ്സ് പോകുന്ന ലേഡീസ് ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഡീപ്പ് നെക്കും ഭയങ്കര എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സും അതേപോലെ ഷോർട്സൊക്കെ ആണെങ്കിൽ അവർ അലോ ചെയ്യത്തില്ല ഇടാനായിട്ട്. അവിടെ താഴെ തന്നെ വേറെ ഡ്രസ്സൊക്കെ വാങ്ങിപ്പിക്കും. ഭാഗ്യത്തിന് എന്നെ ഒന്നും പറഞ്ഞില്ല, കയറ്റി വിട്ടു എൻ്റെ ഒരു ഭാഗ്യത്തിന്. മേളിലെത്തിയപ്പോഴത്തേക്കും ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാനും ചേട്ടനും തിരിച്ചിറങ്ങി പ്രാവിനൊക്കെ കുറച്ച് ആഹാരമൊക്കെ ഫീഡ് ചെയ്തിട്ട് അടുത്ത മെട്രോ പിടിച്ച് ഞങ്ങൾ എത്തിയത് ലിറ്റിൽ ഇന്ത്യയിലോട്ടാണ്. വൈകുന്നേരമൊക്കെ ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യ എത്തിയപ്പോഴത്തേക്കും ഒരു 4 മണി സമയമൊക്കെ ആയായിരുന്നു. സോ നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഞാനും ചേട്ടനും തീരുമാനിച്ചത് ആദ്യമേ പോയി എന്തെങ്കിലും കഴിക്കാം ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന്. സോ ഞാനും ചേട്ടൻ കുറേ ദൂരം നടന്നു. മൊത്തം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്, തമിഴ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ മെയിൻലി തമിഴിയൻസ് ആണ് അവിടെ മൊത്തവും. സോ അവിടെയൊക്കെ കുറേ ഞങ്ങൾ നടന്നു, തേരാപ്പാര എവിടെ കഴിക്കണം എന്നറിയാതെ. അപ്പോഴേക്കും മഴയും പെയ്തു തുടങ്ങിയായിരുന്നു. സോ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അടുത്തുള്ള മാളിലോട്ട് പോയി. ചേട്ടന് ഓൾഡ് ടൗൺ വൈറ്റ് കോഫി കുടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അതിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അന്നത്തെ ഡേ എൻഡ് ചെയ്തു. സോ ഇത്രയേ ഉള്ളായിരുന്നു ഡേ 3 ഇൻ മലേഷ്യ.